രണ്ടമ്മമാരും ഓൾ ഇൻ ഓൾ ആണ്. എല്ലാം എക്സ്ട്രാ ഓർഡിനറി കഴിവുകളുള്ള ഗുണമുണ്ട്. നമ്മളധികം ഒന്നും ചെയ്യണ്ട. അതാണ് കേട്ടോ. ഇവരെല്ലാവരും വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോ എന്റെ സർവന്റ് വന്ന് ചോദിക്കും കേട്ടോ, എന്താണ് ഈ അവിടെ മരുമക്കള് അല്ലെങ്കിൽ മകളൊക്കെ ഇരിക്കുന്നില്ലേ, എന്താ പോയിട്ട് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ചെയ്തു തരാന്, എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ മാത്രം എന്തിനാ അവിടെ ചെയ്യണേ? ഞാൻ പറയും എനിക്ക് ആവശ്യമില്ല, ഇപ്പൊ അവരെ കണ്ട നമ്മള് പോയി ചോദിച്ചാലും പറയും വേണ്ട വേണ്ട അല്ല, ഇവര് വരുമ്പോൾ ഇവരെയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഇവര് ഓരോരുത്തരും ഓരോ സമയത്തല്ലേ ഇവര്. അപ്പോഴേക്കും ഞാൻ എല്ലാം ഉണ്ടാക്കി അമ്മയ്ക്കും ഇതേ ശീലമുണ്ട്. അമ്മയ്ക്കും മമ്മിക്കും ഒരുപാട് ശീലങ്ങളുണ്ട്. അതായത് ഒന്ന്, അവര് തന്നെ കിച്ചണിലെ ഓൾ ഇൻ ഓൾ ആണ്. അതിൽ എല്ലാവരും കയറി ഇടപെട്ട അവരുടെ താളം തെറ്റും. അപ്പൊ അത് നമ്മൾ ഇടപെടണ്ട, നമ്മൾ ആരും ഇടപെടണ്ട. അത് നമുക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ടീന മമ്മിയുടെ വിളി വന്നു തുടങ്ങി. 1 minute 30 seconds 1 minute ഉണ്ട്. അതിന്റെ വിളിയാണിത്. അതാ വരുന്നു. അപ്പം ഇപ്പൊ രണ്ടുപേർക്കും ഒരു വലിയ കയ്യടി. താങ്ക് യു. ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇത് കേക്കിന്, അത് ചിക്കന്. അങ്ങനെ ഫിഷും വർത്താനം പറഞ്ഞതിന് യെല്ലോ ഫിഷും ഉണ്ട് ഇതേപോലെ. പക്ഷെ ഇങ്ങനെയല്ല, അത് ഇതിലും കുറവാണ്. ഒന്നും വേണ്ട, വെറുതെ മറ്റേ മസാല ഉണ്ടാവില്ല അല്ലേ? ഇത്രയും മസാല ഇല്ല. ജീരകപ്പൊടി, മല്ലിപ്പൊടി ഇല്ല. മറ്റേ ഗരം മസാല ശരിക്കും ടേസ്റ്റ് ചെയ്യുമ്പോ മനസ്സിലാവും. ഫിഷ് അല്ലേ കൂടുതൽ അവര് കഴിക്കണേ. ലൈറ്റ് ആണ്. പ്രശാന്തേട്ടന്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇനി ഈ കേക്കിലില്ലേ, ഇതിന്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ഇടാം. കാരമൽ ടോപ്പിംഗ്. ടോപ്പിംഗ് അത് നമുക്ക് ഇവിടെ ചെയ്തോളൂ മമ്മി. അത് പ്ലേറ്റിൽ വേണം. ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളത് കൂൾ ചെയ്ത് കുറച്ചും കൂടെ ആവാനുണ്ടല്ലേ? ഒരു 5 മിനിറ്റ് കട്ടിങ്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. കുക്കിംഗ് വിശേഷം, ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് പോകാം. നേരത്തെ ഞങ്ങൾ ചോദിച്ചു ക്രിസ്മസ് ഓർമ്മകള്. അപ്പം നമ്മുടെ ലെന ചേച്ചിയെ പറ്റിയിട്ട് ഒരു ക്രിസ്മസ് ഓർമ്മ എന്താ ഉള്ളത്? ലെനയ്ക്ക് എന്നും ഒരു സാന്റക്ലാസ് വരുന്നത് ഒരു ഓർമ്മയുള്ളൂ. ആ സാന്റക്ലോസിന് ആദ്യമേ ഒരു ഞാൻ പറഞ്ഞു ലെറ്റർ എഴുതി കൊടുക്കണം, നിനക്ക് എന്താ വേണ്ടെന്ന്. എന്നാലും നിനക്ക് അറിയുള്ളൂ അതെന്ന്. അപ്പൊ അവള് ഡിയർ സാന്റക്ലോസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ലെറ്ററൊക്കെ മടക്കി ഡാഡിയുടെ കയ്യിൽ കൊടുക്കും. അന്നൊക്കെ പോസ്റ്റ് ചെയ്യാനല്ലേ, ഈ വാട്സാപ്പ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അതിലൊന്ന് പിന്നെ ഫ്ലൈറ്റ് ഒക്കെ പോകുമ്പോ സാന്റക്ലോസ് അതിൽ പോണുണ്ട്. ഹെലികോപ്റ്റർ മനസ്സിലായത് എന്റെ കുട്ടിക്കാലം എന്നെ പറ്റിച്ചു. എന്റെ കുട്ടിക്കാലം മുഴുവൻ തട്ടിപ്പറഞ്ഞ. പക്ഷെ ആ ത്രില്ലുണ്ടല്ലോ ഇപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ. മറ്റുള്ള കുട്ടികൾക്കല്ലേ, എന്റെ അനിയത്തിയുടെ പിള്ളേര് അവരിപ്പോ വലുതായി, രണ്ടുപേരും, ഒരാൾ കോളേജിലും ഒരാൾ 9th ആണ്. പക്ഷെ അവര് ചെറുതായിരുന്നപ്പോഴൊക്കെ എനിക്ക് ആ ഒരു സെയിം എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഇഷ്ടം. ഇപ്പൊ നമുക്ക് പ്രണവും കൂടെ ഉണ്ട്, പ്രണവിനെ പറ്റിക്കാം. പറ്റിക്കാൻ പറ്റില്ല. എന്റെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. എന്താഗ്രഹം എഴുതി വെച്ച് അയച്ചു കൊടുത്തിരുന്നത്? അതെല്ലാ വർഷവും ആ വർഷത്തിലാണെന്ന് തോന്നുന്നു ബാർബി ഡോൾ ഇറങ്ങിയത് ഇന്ത്യയില്. അപ്പൊ ഈ ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡോൾസിനൊക്കെ 10 രൂപ ഉള്ളപ്പോ ഇതിന് 110 രൂപയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും ആദ്യം, ക്രിസ്മസിന് മുമ്പ്. അപ്പൊ നമുക്ക് വിൻഡോ ഷോപ്പിങ്ങിന്റെ സമയത്ത് എല്ലാ കടയില് പോയി ടോയ്സ് നോക്കാം. എന്നിട്ട് ലിസ്റ്റിൽ നമുക്ക് സാന്റക്ലോസിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ വേണ്ടത് സാന്റക്ലോസിനെ എഴുതണം, എന്നാലേ അത് വരുള്ളൂ. അങ്ങനെയായിരുന്നു. സത്യമായിട്ട് ഞാൻ എത്ര 9 വയസ്സ് വരെ വിശ്വസിച്ചിരുന്നതാണ് സാന്റക്ലോസ് ഉണ്ട്, സാന്റക്ലോസ് ആണ് ഈ ഗിഫ്റ്റും ഉണ്ട് ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെക്കുന്നതെന്ന്. എന്തായാലും അന്ന് കിട്ടിയില്ലേ, നമ്മള് എല്ലാ വർഷവും കിട്ടും. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാനിത് തുറക്കുമ്പോ ഞെട്ടിഞ്ഞു. അത് ചിലപ്പോ അച്ഛൻ ആ വഴിക്ക് പിടിക്കുന്ന കത്ത് തുറന്ന് വായിച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ? മാനിഫെസ്റ്റേഷന്റെ വഴി വല്ലതും ആണെങ്കിലും അങ്ങനെ മാനിഫെസ്റ്റേഷൻ അന്നൊക്കെ ഇതായിരുന്നു മാനിഫെസ്റ്റേഷൻ. പ്രണവന വിശ്വാസം ആണല്ലേ? ഇപ്പോഴും ഫോർട്ട് കൊച്ചിയില് ഇപ്പോഴും അവർക്ക് ഈ ക്രിസ്മസ് ട്രീം സാന്റക്ലോസ് ഉണ്ട്. അന്നൊക്കെ സാന്റക്ലോസ് ഇവളെ ചെറുതാർന്നപ്പോ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ഞങ്ങൾ കൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അവർക്ക്. അവര് പേര് വിളിക്കും, ഇവളുടെ പേര് വരുന്നില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ വിളിച്ചു, വൈ ദേ നോട്ട് കോളിങ് മൈ നെയിം എന്ന് ചോദിച്ചിട്ട്.
പെട്ടെന്ന് സാന്റക്ലോസ് വിളിച്ചു കുമാറിപ്പോ വെയിറ്റ് ഐ എം കമ്മിങ് ഇനി എങ്ങാനും ഞാൻ വന്നിട്ടില്ല എന്ന് വിചാരിച്ചാലോ വരാണ്ടിരുന്നാലോ അല്ലേ? അന്നല്ലേ ടെഡി ബിയർ കിട്ടിയത്? അല്ല, അന്ന് വേറെ ബാബി ഡോളിന്റെ സെക്കൻഡ് വൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്തൊക്കെയോ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ബാബി ഡോൾ ഹൗസും എന്തൊക്കെയോ കളക്ഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് 9 വയസ്സ് വരെ, പക്ഷെ അത് ഭയങ്കര രസമല്ലേ അല്ലേ? 9 വയസ്സിൽ ആ ഇത് സാന്റക്ലോസ് എല്ലാം തരണേന്ന് മനസ്സിലായി ഭയങ്കര സങ്കടമായി. ഞാൻ ആലോചിക്കായിരുന്നു അറിയണ്ടിരുന്നില്ല. ഇത് അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കുമല്ലോ അല്ലെ? അത് മാത്രല്ല ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു പ്രശാന്ത് ഏട്ടനായിട്ടുള്ള ആദ്യത്തെ അല്ല, കഴിഞ്ഞ ക്രിസ്മസ് എവിടെയായിരുന്നു? US-ലായിരുന്നു. എന്റെ മനസ്സിൽ ഇതിങ്ങനെ ഫസ്റ്റ് എന്നുള്ള ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്രിസ്മസ് ഒക്കെ? എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? US-ലെ ക്രിസ്മസ് ആയിരുന്നു, ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു രണ്ടുപേരും? ഞങ്ങള് കുറെ ട്രാവൽ ഒക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ നല്ലൊരു കാലിഫോർണിയ റോഡ് ട്രിപ്പ് ചെയ്തു. പിന്നെ ഞങ്ങക്ക് അവിടുത്തെ കൾച്ചറിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അവിടുത്തെ ഭയങ്കര ഡെക്കറേഷൻസും എല്ലാ വീടുകളുടെ പുറത്തുള്ള ഡെക്കോർ കണ്ടാല് കുറച്ചുകൂടെ റിച്ച് ഡെക്കോറൊക്കെയാണ്. അവർക്കത് ഭയങ്കര ഒരു ജസ്റ്റ് ലൈക്ക് ഇവിടെ ഓണവും അല്ലെങ്കിൽ പള്ളി പെരുന്നാളിനൊക്കെ ഇവിടെ ഡെക്കറേഷൻ ഒക്കെ അതേപോലെ തന്നെ അവിടെ വെരി വെരി നമുക്കത് അവർക്ക് കുക്കീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവര് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടും. നല്ല ഡെക്കറേറ്റീവ് കുക്കീസ്. ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, തിന്നാൻ തോന്നുന്നു. അപ്പോഴാണ് കുട്ടികൾ വന്നിട്ട് കേക്ക്സും പിള്ളേര് കട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. അത്രയും ബ്യൂട്ടിഫുൾ ഡെക്കോറാണ്. മമ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ മതി. ടീനാസ് ബേക്സ് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഫിഗേഴ്സും ഒക്കെ ഉണ്ടാവും മുകളിൽ. അത് പറയുന്നത് നോ, ഐ വോണ്ട് കട്ട് ദ കേക്ക്. കണ്ടുകൊണ്ടിരിക്കുക. അത് കട്ട് ചെയ്യാൻ വയ്യ. നമ്മൾ 2 ബിലീഫ്സിലാണ് 2 ഫാമിലീസ് നിൽക്കുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? മാനേജ് ചെയ്യാൻ ക്രിസ്മസിന് നമ്മള് കേക്കും വൈനും എല്ലാം കഴിക്കുക, ഓണത്തിന് സദ്യ കഴിക്കുക. നമ്മളിങ്ങനെ കുറച്ച് മാനേജ് ചെയ്യണം. ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഡയറ്റ് ഒക്കെ ഒരു വഴിക്ക് പോകും. ബിക്കോസ് നമ്മുടെ ഫാമിലിയിലെ എല്ലാ റിലിജൻസും ഉണ്ട്, ഇൻക്ലൂഡിങ് സിഖ്. എന്റെ അച്ഛന്റെ എൽഡർ ബ്രദറിന്റെ വൈഫ് സിഖ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ മൊത്തം എല്ലാരും സൗഹാർദ്ദമാണല്ലേ. ഇപ്പൊ ചേച്ചിയുടെ ബുക്ക് അമ്മ വായിച്ചിട്ടുണ്ടോ? അവിടെ ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ബുക്ക് അമ്മ വായിച്ചിട്ടുണ്ടോ? ഇവരാരും വായിക്കാം. എന്റെ വർത്താനം കേട്ട് തന്നെ ഇവര് ചെറിയൊരു ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ല, സിനിമകളും കൂടെ എന്നോട് ചോദിക്കും ആൾക്കാര്, ലെനയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഉച്ചക്കൽ ഇങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് വെറുതെ TV വെച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ലെന അപ്പോഴേക്ക് ഇതാ ലെനയുടെ സിനിമ കണ്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ? വിക്രമാദിത്യൻ. മമ്മൂട്ടിയുടെ മോഹനായിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്നാള് വനിത. വനിത ഇസ് എ വെരി ഗുഡ്. ഞങ്ങൾക്കും ഇഷ്ടമായി. 2 അമ്മമാരും ഒരേ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടമാണ്. റീസെന്റ് ഇന്റർവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഫാൻസ് ആണ്, ഫുൾ ഫാൻസ് ആണ്. കമന്റ് സെക്ഷനിൽ മൊത്തം യെസ്, ഇത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ ചേഞ്ച് ആയതാണോ ഇതൊക്കെ? അത് സമയം മാറുന്നതിന്റെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയതും വളരെ സ്ലോ ആയിട്ട് പറഞ്ഞു തുടങ്ങി. മുമ്പ് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫിൽറ്റേഴ്സ് ഉണ്ടോ? കുറച്ച് ഫിൽറ്റേഴ്സിന്റെ അല്ല, ഞാൻ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ ഓരോ ചെറിയ ചെറിയ പീസായിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തുടങ്ങി. മറ്റേത് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പോലെ പറഞ്ഞു പോയപ്പോ അത് മനസ്സിലാവാത്തവർക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയി. പിന്നെ എനിക്ക് തോന്നുന്നു സുമേഷിന്റെ കൂടെ ഒക്കെ ചെയ്ത പല ഇന്റർവ്യൂസ് ഉണ്ട്, നമ്മൾ മുമ്പ് ചെയ്തതും ഇപ്പൊ ചെയ്തതും. അത് ഭയങ്കര നന്നായിട്ടുണ്ട്. ബിക്കോസ് ഇന്റർവ്യൂവറിന്റെ ക്വാളിറ്റിയും കൂടെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും.